ചട്ടി ചൂടായിരുന്നു കേട്ടോ. അതിലേക്ക് നമുക്ക് എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി വേപ്പിലിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ജസ്റ്റ് നടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് നടിച്ചെടുത്തിട്ടുള്ളൂ. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കാം. ഇതിനൊരു പച്ച സ്മെല്ല് ഉണ്ട് കേട്ടോ. അതൊന്ന് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒരു പൊടി സബോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താ പറയുക പച്ചമുളക് നന്നായിട്ട് ബ്രൗണായി വന്നപ്പോൾ കേട്ടോ നമ്മുടെ സബോള ഒക്കെ ഇട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് സബോള ജസ്റ്റ് ഒന്ന് വാടി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. അതുവരെ നന്നായിട്ട് ഇളക്കാം. നമുക്ക് ഇതിലേക്ക് എന്താ പറയുക ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കട്ടെ. എല്ലായിടത്തേക്കും നാമത്തെ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിങ്ങനെ ഇളക്കിയിട്ട് കാണാം. എന്താ പറയുക നമ്മളെ ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ വാടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു എന്താ പറയുക ബ്രൗൺ പോലെ കളറുണ്ട്. നമുക്ക് എന്താ പറയുക ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നമുക്ക് നടുക്കിലേക്ക് വെക്കുകയാണെങ്കിൽ എന്താ പറയുക ജസ്റ്റും കൂടി ഒന്ന് വാടി കിട്ടും. അപ്പോൾ നമ്മളെന്താ പറയുക നടുക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നടുക്കിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വാടിയിട്ട് കാണാം. നമ്മുടെ ഇത് ഇത്ര ബ്രൗണായി മതി, ഇത്രേ വാടിയാൽ മതി. ഞങ്ങൾക്ക് ഒരു പിടി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളിയും ഒന്ന് വാടി വരണ്ടേ. പിന്നെ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഇതിൽ ഒരു സ്പൂൺ മാത്രം ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുഴി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്താ പറയുക വെളിച്ചെണ്ണൊക്കെ ഓറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ എന്താ പറയുക എരിവുള്ള മുളക് പൊടി ഇവിടെ 2 സ്പൂൺ ഇട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടി 3 സ്പൂണും മഞ്ഞൾപ്പൊടി ആവശ്യത്തിനും. ഈ 3 ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിത് ഇളക്കിയിട്ട് കാണാം. ഞാൻ എന്താ പറയുക ഇത്തിരി കൂടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇത്തിരി കൂടി മല്ലിപ്പൊടി ഇട്ടിട്ട് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. നമ്മൾ കഴുകി വെച്ച കാടക്കോഴി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് കാണാം. നമുക്ക് എന്താ പറയുക മൂടി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മൂടി കൊടുക്കാൻ വേവിക്കാനായിട്ട്. അപ്പോൾ ഇനി വെന്ത് കറിയാകുമ്പോൾ കാണാം. നമ്മൾ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഗ്രേവി വേണ്ടവർ ഈ വെള്ളം ഒന്ന് ഇതിൻ്റെ ചാറൊന്ന് നമ്മളിതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഗ്രേവി വേണ്ടവർക്ക് ഈ ഒരു ടൈപ്പിലെടുക്കാം. ഗ്രേവി വേണ്ടാത്തവർക്ക് ഇത് വെച്ചിട്ടെടുക്കാം കേട്ടോ. പിന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.